ഞാനിന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് 2018 വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം നടന്ന ഒരു സംഭവമാണ്. അതിനുശേഷം നാനാ തുറകളിലുള്ള വ്യക്തികൾ സഹായഹസ്തങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. മിക്കവാറും ദേവാലയങ്ങളിലൊക്കെ അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പിരിവും ഒക്കെ നടത്തി. ഞാൻ ഈ മനസ്സിലാക്കുന്ന ദേവാലയത്തിൽ ശുശ്രൂഷാമധ്യേ സ്തോത്രകാഴ്ച സഞ്ചി ഇതിന് പ്രത്യേക ഒരു കളക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ഒരു സ്ത്രീയുടെ അടുക്കൽ ഈ സഞ്ചി എന്നപ്പോൾ അവരുടെ കയ്യിൽ രൂപയൊന്നും ഇല്ലായിരുന്നു. അവരുടെ കയ്യെ കിടന്ന ആ സ്വർണ്ണ വിവാഹമോതിരം എടുത്ത് അതിനകത്ത് ഇട്ടു. അടുത്ത ആഴ്ച പള്ളിയിൽ അച്ഛൻ പ്രസ്താവിച്ച് ഇതുപോലെ ഒരു സ്വർണ്ണ മോതിരവും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അത് അറിയാതെ വന്നതാണോ അല്ലെങ്കിലും അതിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരികെ നൽകാമെന്ന്. ഇല്ലെങ്കിൽ ഞാനിത് ഈ വലിയ പ്രസ്ഥാനത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ്. ആ സ്ത്രീ ഈ മോതിരം നൽകിയത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് വളരെ വർഷത്തിന് ശേഷമാണ് ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കുന്നത്. ഇദ്ദേഹത്തിനൊരു ഇൻഷുറൻസ് ഏജൻസിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മോതിരം കൊടുത്ത് അടുത്ത 3-5 മാസത്തിനിടയ്ക്ക് ഏകദേശം കമ്മീഷൻ വ്യവസ്ഥയിൽ ഏകദേശം 5 ലക്ഷം രൂപയോളം ഈ സ്ത്രീക്ക് ലഭിച്ചു. അന്ന് അവർ അതിന് മുഴുവൻ സ്വർണം വാങ്ങി വെച്ചു. ഏകദേശം 1 മാസം മുമ്പ് അത് വീണ്ടും അവർ വിൽക്കുവാൻ തയ്യാറായപ്പോൾ അവർക്ക് 50 ലക്ഷം രൂപ കിട്ടി. ഇത് പലരോടും പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് നല്ല കാര്യത്തിന് നൽകിയാൽ പ്രതിഫലം ദൈവം നൽകും. ഞാനീ പറഞ്ഞത് എന്നും കൊണ്ട് ഇതുപോലെ സ്തോത്രകാഴ്ചപ്പെട്ടിയിൽ എല്ലാവരും കൊണ്ട് സ്വർണ്ണം കിട്ടണമെന്ന് വിചാരിച്ച് പറയാൻ വേണ്ടിയൊന്നുമല്ല. ഒരു സംഭവം ഞാനിവിടെ ചൂണ്ടിക്കാട്ടി എന്ന് മാത്രം. താങ്ക് യു.